ഒന്നാമതായിട്ടുള്ള പ്രശ്നം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ്. അതായത് ഇന്ത്യ പുലർത്തുന്ന മതേതര സ്വഭാവം, ആ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണ് ഇന്നത്തെ വഖഫ് ആക്ടിലൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഒരു സ്ഥലം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായി ആധാരത്തോടുകൂടി പണം കൊടുത്തോ വാങ്ങി ആധാരത്തോടുകൂടി ഉപയോഗിച്ചിരിക്കുന്നു, കരം കൊടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള സ്ഥലം ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, ക്ലെയിം ചെയ്യാണ്. ഇത് വഖഫാണെന്ന് ഞാൻ ചിന്തിക്കാൻ റീസൺസ് ടു ബിലീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റീസൺസ് ടു ബിലീവ്, ഡോക്യുമെന്റ് ഒന്നും വേണ്ട. അപ്പൊ ഇത് വഖഫിൻ്റെതാണെന്ന് കാണിക്കാൻ ഡോക്യുമെന്റ് ഒന്നും വേണ്ട, മറിച്ച് റീസൺ ടു ബിലീവ് മതി. ആരോ പറഞ്ഞു കേട്ടു, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സൂചനയുണ്ട്, ഇത് മാത്രം മതി. ഇതെവിടുത്തെ നീതിയാണ്? ഇവിടെയുള്ള സകലരും പഠിക്കേണ്ടത് വഖഫ് ആക്ട് എന്താണെന്നാണ്. വഖഫ് ആക്ടിലെ ഓരോ നിയമങ്ങളെയും ഇടകീറി പഠിച്ചിട്ട് ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ അല്ലയോ എന്ന് ആദ്യം പറയട്ടെ. 2013 കൂടുതൽ ഗുരുതരമാക്കി മാറ്റിയ ആ ഭേദഗതികൾ എന്താണ്? അത് 1995 ഇങ്ങനെ വഖഫ് ആണെന്ന് തോന്നിയാൽ അവർക്ക് റീസൺസ് ടു ബിലീവ്, അവർക്കാണ് ക്ലെയിം ചെയ്യാം, അവർക്കത് എൻലിസ്റ്റ് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റിലേക്ക് ഇതങ്ങോട്ട് പെടുത്താം. ഇനി അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? ഇതിന്റെ ഉടമസ്ഥരാരാണോ അവരാണ്. ഇനി അവരത് തെളിയിക്കാൻ പോകേണ്ടത് എങ്ങോട്ടാണ്? അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അതായത് ഇസ്ലാമിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ആയിട്ടുള്ള വഖഫ് ട്രൈബ്യൂണലിന്റെ അടുത്തേക്കാണ്. ഇത് ഇന്ത്യയിൽ എങ്ങനെ സാധിക്കുന്നു? ഒരു ക്രിസ്ത്യാനിയായ ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ വഖഫ് ബോർഡ് ക്ലെയിം വെച്ചിരിക്കുന്നു. ഒറ്റയടിക്കൊണ്ട് പറയാണ് ഇത് വഖഫ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇത് വഖഫിൻ്റെതല്ല എന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെന്റായി ഞാൻ എൻ്റെ കോടതി പോയാൽ പോരാ. എൻ്റെ ഇവിടെയുള്ള മതേതര ഭാരതത്തിലെ ഇവിടെയുള്ള ഒരു മുനിസിപ്പൽ കോടതിയിലോ മറ്റോ പോയാൽ പറ്റില്ല. ഞാൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണ്? വഖഫ് ട്രിബ്യൂണലിലേക്കാണ്. അവിടെ ആരാ ഉള്ളത്? ഈ മുസ്ലിം ആളുകൾ മാത്രമാണ്. ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ സ്ഥലത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചുമുള്ളൊരു പ്രതിസന്ധിയിൽ ഞാൻ പോയി കേഴേണ്ടത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ട്രൈബ്യൂണലിന് മുന്നിലാണ്. ഇത് എങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ എങ്ങനെ ഭരണഘടനാ പരമാകും? ബാങ്ക് പ്രീണനത്തിനു വേണ്ടി കോൺഗ്രസ് സർക്കാർ ചെയ്തു വെച്ച ഈ വഖഫ് നിയമത്തെ അല്ലെങ്കിൽ ലെജിസ്ലേഷനെ ഗൗരവമായിട്ട് നമ്മൾ പഠിച്ച് അതിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇങ്ങനെ കോൺഗ്രസിന്റെ ദീർഘനാൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ മതേതരത്വം മറന്നുള്ള മതപ്രീണന ട്രപ്പീസ് കളികളാണ് അവസാനം വഖഫ് നിയമത്തിൽ എത്തി നിന്നിട്ടുള്ളത്. 2013 മൻമോഹൻ സിംഗും അതേ കളി കളിച്ചു. 2013 അങ്ങനെ യഥാർത്ഥ ഉടമകൾ എൻക്രോച്ചേഴ്സായി. അവരെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിന് അധികാരവും ആയി. എറണാകുളം MP ഹൈബി ഈഡൻ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണ്. വലിയ മണ്ടത്തരാണ് പറയുന്നത്. ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. അല്ലേ അല്ല. ഇന്ന് ഇന്ത്യയിൽ 58,000-ഓളം കേസുകൾ വഖഫ് മാനേജ്മെന്റ് ആ പോർട്ടലിൽ തന്നെ ഉണ്ട്. 58,000-ഓളം കേസുകൾ. ഇനി വഖഫ് ട്രൈബ്യൂണലിൽ 12,000-ഓളം കേസുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ എത്രയായി? 70,000 കേസുകൾ അങ്ങനെയുണ്ട്. ഇനി വഖഫിന്റെ പക്കൽ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ഇന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 165-ഓളം കേസുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത്? ഏതാണ്ട് 100,000-ഓളം കേസുകൾ ഇന്ന് നിലവിൽ വഖഫിന്റെ അധിനിവേശ നിയമം അനുസരിച്ചുള്ള അധിനിവേശ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്നുണ്ട്. ചെറായിയുടേത് അതിൽ ഒരെണ്ണം മാത്രമാണെന്നേ. അപ്പൊ എങ്ങനെ അത് അപൂർവങ്ങൾ അപൂർവമാകുന്നത്? ചെറായിലെ ജനം ഈ പ്രശ്നത്തിൽ കിടക്കുന്ന സമയത്താണല്ലോ ലോകസഭയില് ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത്. ശരി, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആ ബില്ല് അവരുടെ താല്പര്യപ്രകാരമുള്ളതാണ്, ഒരു സംശയം എനിക്കില്ല. നരേന്ദ്രമോദി സർക്കാർ അവരുടെ താല്പര്യപ്രകാരമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഭേദഗതി ആവശ്യമാണ് എന്ന് കോൺഗ്രസിന് കൃത്യമായ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ. ചെറായി മുനമ്പം സ്ഥലത്തിന്റെയും MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡന് ഭേദഗതി ഇല്ലാതെ ഇത് തിരുത്തപ്പെടാനാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. CPM അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോ ഭേദഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. കോൺഗ്രസ് മതേതരത്വത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ നിശബ്ദമായി സഭ ഇരിക്കണം, സഭയുടെ പ്രസ്ഥാനങ്ങൾ ഇരിക്കണം എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിന് ആരാണ് സഭയെ തീരെഴുതി കൊടുത്തത്?